ഹായ് ഗേൾസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഉള്ളിയും അതൊക്കെ ഇട്ട് വഴറ്റാം. പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മളിന്ന് നെയ്ച്ചോറ് റൈസാണ് എടുത്തുള്ളത്. പിന്നെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കണം. അതിന് ശേഷം ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഉപ്പ് മിക്സായി തന്നെ നല്ലോണം ഇളക്കണം, അല്ലെങ്കിൽ നമ്മൾ ചോറ് വെന്ത് പോവും. പിന്നെ നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ പാനിലേക്ക് കുറച്ച് നെയ്യും വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ലോണം വഴറ്റാം. നല്ലോണം ഇളക്കണം, എന്നാലേ അത് നല്ല വഴണ്ട് വരുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ഉപ്പ് കുറവായി തോന്നുന്നുണ്ടെങ്കിൽ. ഇതിന് ശേഷം ബീൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് കുനുകുനാന്ന് അരിഞ്ഞിട്ട് വേണം ഇടാൻ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇളക്കി. പിന്നെ നമ്മൾ ക്യാപ്സിക്കവും മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഇളക്കി. എന്നിട്ട് നമ്മൾ പാനിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മുട്ട ഇങ്ങനെ ചിക്കി കൊടുക്കാം. എണ്ണ ഒഴിച്ച് നല്ല മുട്ട ഇങ്ങനെ ചിക്കി കൊടുക്കാം. ആ ചിക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോറിലേക്ക് അതിട്ട് കൊടുത്തിട്ട് ദമ്മാക്കാം. അത് ഇളക്കിയിട്ട് വേണം ദമ്മാക്കാൻ. ഓക്കെ, നന്നായി വരുന്നവരെ നമുക്കൊന്ന് ദമ്മാക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി.